ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ പഴയ സിനിമകൾ, ലാലേട്ടനെയും മമ്മൂക്കയുടെ ഒക്കെ സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്ന 4K ആക്കിയിട്ട് റിലീസ് ചെയ്യുന്ന സമയമാണല്ലോ. ഇപ്പം ലാലേട്ടൻ്റെ നമ്മുടെ സ്ഫടികം വന്നു, അതുപോലെ ദേവദൂതനൊക്കെ വന്നു. ഇപ്പോൾ മമ്മൂക്കയുടെ പലരിമാണിക്യം കഴിഞ്ഞ ആഴ്ച റിലീസായി. അതിന് തൊട്ടു പുറകെ ഇപ്പോൾ ഒരു വടക്കൻ വീരഗാഥ സിനിമയുടെ റിലീസ് ചെയ്യാൻ പോകുന്നു, 4K റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കുറച്ച് കാലമായിട്ട്, ഒരു 1-2 മാസമായിട്ട് കേൾക്കുന്ന റൂമേഴ്സ് ആയിരുന്നു. അപ്പോൾ ഫൈനലി അതിൻ്റെ ഒരു ടീസർ നമ്മുടെ മാറ്റ്നി നൗ, നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ മൺചിത്ര താഴൊക്കെ ചെയ്തില്ലേ, 4K ചെയ്ത നമ്മുടെ മാറ്റ്നി നൗ എന്ന ചാനലിൽ അതിന് ടീസർ പുറത്തുവിട്ടിട്ടുണ്ട്. അവരും ഈ 4K ഡിജിറ്റൽ എല്ലാം യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഇറക്കിയിട്ടാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. 1989 നമ്മുടെ മമ്മൂക്കയെ നായകനാക്കി ഹരിഹരൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഒരുപാട് വർഷം, ഞാനൊക്കെ ജനിക്കുന്നതിനും 5-6 വർഷം മുന്നേ റിലീസ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ റിലീസ് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ടീസർ പുറത്ത് വിട്ടിട്ടുണ്ട് അവർ. ഇപ്പോൾ കഴിഞ്ഞ ഒരു രാത്രി 7:30 ആയപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ സ്നേഹദീപത്തിൻ്റെ പാവനസ്മരണയ്ക്കും സമർപ്പിക്കുന്നു ഗംഗാതരംഗം. ഗൃഹലക്ഷ്മി ഫിലിംസ്. യെസ്, SG കൽപ്പക ഫിലിം ഇൻഡസ്ട്രി. മലയാള സിനിമയിലെ ക്ലാസിക്കിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വടക്കൻ വീരഗാഥയുടെ പേരില്ലാതെ ആ ലിസ്റ്റ് പൂർത്തിയാവില്ല എന്ന് പറയാം. ഹരിഹരൻ സാറ് മമ്മൂക്ക വെച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമ, എൻ്റെ ഫേവറേറ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വടക്കൻ വീരഗാഥ തന്നെയാണ്. പഴശ്ശിരാജ ഓഫ് കോഴ്സ് നല്ല സിനിമയാണ്, പക്ഷെ അതിലേറെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് വടക്കൻ വീരഗാഥ. അതിൽ അഭിനയിച്ച താരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്ക അവിടെ നിൽക്കട്ടെ, ബാക്കി ഒരുവിധ എല്ലാ താരങ്ങളും, ഇപ്പോൾ SG ആണെങ്കിലും മാധവി, പിന്നെ ബാലൻ കെ നായർ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെ വലിയ സ്റ്റാർസ് ഉള്ള ഒരു സിനിമയാണ്. ഞാനും ജനിക്കുന്നതിന് 6-7 വർഷം മുന്നേ റിലീസായ ഒരു സിനിമ. ആ ഒരു സിനിമ വീണ്ടും എനിക്ക് 4K റിലീസിൽ കാണാൻ സാധിക്കുക എന്നുള്ളൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞാൽ ടീസർ തന്നെ എടുത്തു നോക്കിയാൽ മതി. ആളുടെ ആ സൗണ്ടിൻ്റെ ആ ഒരു, ആളുടെ ശരിക്കും പറഞ്ഞാൽ ഗാംഭീര്യം എന്നൊക്കെ പറയാം, ആ ഒരു ശബ്ദ ഗാംഭീര്യമുള്ള തന്നെ നമുക്ക് ടീസറിൽ നല്ല രീതിയിൽ മുഴങ്ങി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാറ്റ്നി നൗവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീരമായ വർക്ക് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാം. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു 100% ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് തന്നെ പറയാം. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ സിനിമ ആയതുകൊണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം ഓൾറെഡി അതിൻ്റെ പ്രിന്റ് ഉള്ള യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരുന്ന പ്രിന്റ് മുൻപ് ഞാനൊരു ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു വർക്ക് ചെയ്ത് ഇവർ ഇത്രയും ക്വാളിറ്റിയിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ 4K റിലീസുകൾ, ഒരുപാട് സിനിമകൾ റിലീസാവുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സിനിമയും കാണാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എന്തായാലും വടക്കൻ വീരഗാഥ എന്ന സിനിമ മമ്മൂക്കയുടെ കയ്യിൽ തന്നെ എന്താ പറയുക, നാഷണൽ അവാർഡും ഒക്കെ നേടിക്കൊടുത്ത സിനിമയാണ്. അതുപോലെ MT സാർ, അതുപോലെ ഹരിഹരൻ സാർ, ഇങ്ങനെ ടെക്നിക്കൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഗംഭീരമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിലീസ് ഡേറ്റോ കാര്യങ്ങളൊന്നും ടീസറിൽ കണ്ടില്ല. അപ്പോൾ എന്തായാലും കാണാൻ സാധിക്കും, ഉടനെ തന്നെ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായാലും 4K റിലീസ് ആയിട്ട് ലാസ്റ്റ് വീക്ക് പാരിമാണിക്ക് ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ കുറേ എണ്ണം ട്രോളും കാര്യങ്ങളുമായിട്ട്, ഈ 4K റിലീസ് സിനിമകൾ, ഇപ്പോൾ മലയാളമായിട്ട് സിനിമകൾ വന്നു, മമ്മൂക്കയുടെ സിനിമകൾ വന്നു, ഇനി ഓരോ നടന്മാരുടെയും വരും. ഇപ്പോൾ അൻവറൊക്കെ റിലീസ് ചെയ്യാൻ പോകാൻ ഈ മാസം ലാസ്റ്റ് വീക്ക് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അത് കാണാൻ താല്പര്യമുള്ള പോയി കണ്ടോട്ടെ, കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അത്രേ ഉള്ളൂ. അത് എത്ര 100 കോടി അടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരന്മാരുടെയൊക്കെ എന്താ പറയേണ്ടതെന്നുള്ള ഒരു ധാരണയില്ല, ഇതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സിനിമകൾ നമുക്ക് നല്ല നല്ല ക്ലാസിക് സിനിമകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. അതേപോലെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ആണെങ്കിലും പുതിയ സബ്ജക്റ്റുകളുള്ള സിനിമകളും ഇതിനോടൊപ്പം കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ